Hello viewers, namaste, welcome back to my new video. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് നമുക്കൊരു കണ്ടിന്യൂഷൻ ഇൻട്രാഡേ തന്നെ നമുക്കൊരു സിഗ്നലിൻ്റെ കണ്ടിന്യൂഷൻ വരുമ്പോൾ ആ ട്രെൻഡ് കണ്ടിന്യൂഷൻ വരുമ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്രേഡ് എങ്ങനെ കറക്റ്റായിട്ട് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ്റെയാണ് കാണിക്കുന്നത്. എടുത്തിരിക്കുന്ന ചാർട്ട് നിഫ്റ്റിയുടെയാണ്. 5 മിനിറ്റ് ചാർട്ടിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ലൈവ് ഒരു ചാർട്ടിലൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ലൈവായിട്ട് പഠിക്കാനോ എൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സാപ്പ് സെയിം നമ്പർ തന്നെയാണ്. എൻ്റെ പേര് ഗംഗ എന്നാണ്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഏറ്റവും മേഖലയിൽ മാർക്കറ്റ് റേറ്റ് ആണ്. നിങ്ങൾക്ക് ഒരു വൈറ്റ് വോട്ടിംഗ് ലൈൻ കാണാൻ സാധിക്കും. അത് ഡേ സെപ്പറേഷൻ. അതായത് ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രീവിയസ് ഡേ നമ്മൾ നോക്കി ഇവിടെ നമുക്കൊരു ക്ലോസിംഗിൽ ഒരു സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. റെഡ് ആരാണ് സെൽ സിഗ്നൽ. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അതേ സെല്ലിൻ്റെ കണ്ടിന്യൂഷനിൽ തന്നെ മാർക്കറ്റ് ഇറങ്ങി വന്നു. അപ്പോൾ നമ്മൾ ഇൻട്രാഡേയിൽ എങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഒരു സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ വരുമ്പോൾ നമുക്ക് എഗെയിൻ സോഫ്റ്റ് ഒരു സെല്ലാരോ തരുന്നില്ല. കാരണം നമുക്ക് ഓൾറെഡി ഒരു സെല്ലാണ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് മാർക്കറ്റ് ബൈ കയറിയിട്ടൊന്നും ഇല്ല. അപ്പോൾ ബൈയും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് സെല്ല് നമുക്ക് അതായത് പുട്ട് സൈഡ് എന്തെങ്കിലും ഓപ്ഷൻ ബയർ ആണെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് ഇവിടെ ഒരു സെല്ലാരെ വരേണ്ട ആവശ്യമില്ല. ഇത്ര നോക്കി വെച്ചാൽ മതി. മാർക്കറ്റ് ഒരു സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ മാർക്കറ്റ് അതിൻ്റെ സപ്പോർട്ടിന് എടുക്കുന്നുണ്ടാന്ന് നോക്കുക. സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പുട്ട് സൈഡ് എൻട്രി നോക്കാവുള്ളൂ. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഈ ബ്ലൂ സ്റ്റാറാണ് കേട്ടോ. ബ്ലൂ സ്റ്റാർ സപ്പോർട്ട്, റെഡ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കാൻ ഒരു സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ മാർക്കറ്റിൻ്റെ സപ്പോർട്ട് എടുക്കുന്നവർ വെയിറ്റ് ചെയ്യണം. ഇവിടെ നോക്കുകയാണെങ്കിൽ രാവിലെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, മാർക്കറ്റ് ഇറങ്ങി വന്നാൽ അപ്പോൾ നമുക്ക് പുട്ട് സൈഡ് ഡയറക്റ്റ് എൻട്രി എടുക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ സപ്പോർട്ട് എടുത്ത ടൈമിൽ മാർക്കറ്റ് നിൽക്കുന്ന ലെവൽ ഏതാണ് ആ ലെവൽ അനുസരിച്ചുള്ള ഏത് സ്ട്രൈക്ക് നിങ്ങൾക്ക് എടുക്കാം. എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്തിരിക്കുന്ന 23.8. ഇവിടെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മാർക്കറ്റ് നിഫ്റ്റി അതിൻ്റെ സപ്പോർട്ട് എടുത്ത് ഇറങ്ങിയപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മളെടുത്ത ഓപ്ഷൻ ചാർട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് കയറി വന്നു. അപ്പോൾ നമുക്ക് ഈ റേറ്റിൽ തന്നെ മാർക്കറ്റ് ആ ടൈമിൽ നിൽക്കുന്ന റേറ്റ് ഏതാ ആ റേറ്റിൽ നിന്ന് നമുക്ക് അതിനെ ബൈ ചെയ്തിടായിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്, നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കണ്ടിന്യൂഷൻ ട്രെൻഡിൽ മാർക്കറ്റിൽ നമ്മൾ എൻട്രി ചെയ്യേണ്ട. അതായത് ഇൻട്രാഡേ തന്നെ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വരുമ്പോൾ ഒരു സെല്ലാണെങ്കിൽ സപ്പോർട്ട് എടുക്കുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്യണം. സപ്പോർട്ട് എടുക്കുക. രാവിലെ സപ്പോർട്ട് എടുത്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് രാവിലെ എൻട്രി ചെയ്യാം. അല്ല ചിലപ്പോൾ 1-2 ക്യാൻഡിൽ ശേഷമായിരിക്കും അവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്ന എങ്കിൽ ആ ടൈം മാത്രം എൻട്രി ചെയ്യാം. ഇതുപോലെ വൈസ് വേഴ്സ നമ്മൾ ബൈയുടെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഇതുപോലെ തന്നെ റെസിസ്റ്റൻസിന് എടുക്കുന്നുണ്ടാവും നോക്കണം. വളരെ സിമ്പിളായിട്ട് നമ്മളിത് ഫോളോ ചെയ്യാവുന്ന സ്ട്രാറ്റജിയാണ്. കൂടുതൽ അറിയാനോ പഠിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.